പെരുമാതുറ മുതലപ്പുഴയിൽ ഇന്ന് 3 ബോട്ട് അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ 6:15 ആദ്യത്തെ അപകടം, തുടർന്ന് ഇവരെ രക്ഷിച്ച് കരയ്ക്കെത്തിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് 7:30 രണ്ടാമത്തെ അപകടവും ഉണ്ടാകുന്നത്. ഈ 2 വള്ള അപകടങ്ങളിലെ 7 പേരെ രക്ഷിച്ച് കരയ്ക്കെത്തിക്കാനായി സാധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ വീണ്ടും ഒരു വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായത്. ഈ വള്ളം അതായത് ഈ പുഴയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ എത്തിയ വലിയ തിരയിൽപ്പെട്ടാണ് ഈ വള്ളം രണ്ടായി പിളരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ ഏകദേശം 5 മാസം കൊണ്ട് 25ഓളം അപകടങ്ങളാണ് പെരുമാതുറ മുതലപ്പുഴയുടെ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നത്. ഇതിൽ 4ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു അപകടത്തിൽ ബെനഡിക്റ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു വള്ളം അപകടത്തിൽപ്പെട്ട് അതിലൊരാൾക്ക് ജീവൻ നഷ്ടമായാൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോലും കണ്ടെത്തുന്നതിന് വലിയ പാടാണ് ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടിക്കടി ഉണ്ടാകുന്ന ഈ മുതലപ്പുഴയിലെ അപകടങ്ങൾ കണക്കിലെടുത്താണ് സർക്കാരിൻ്റെ കൂടി നിർദ്ദേശത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധന യാനങ്ങളുമായി കൊല്ലം വാടി ഹാർബറിലേക്കും അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തേക്കും ഒക്കെ തന്നെ മത്സ്യബന്ധനത്തിനായി പോയത്. ആ ഒരു സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ അപകടങ്ങളുടെ എണ്ണമൊക്കെ തന്നെ കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ കൊല്ലം ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീണ്ടും മുതലപ്പുഴയിലേക്ക് എത്തിയതും വലിയ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിനായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. അതിനുശേഷമാണ് വീണ്ടും ഇവിടെ അടിക്കടി അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 5 അപകടങ്ങൾ തന്നെയാണ് ഈ മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പോലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കടലാസിൽ ഒതുങ്ങാതെ എത്രയും വേഗം അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഇവർക്ക് പൂർണ്ണ സുരക്ഷയോടുകൂടി വീണ്ടും കടലിലേക്ക് പോയി അവരുടെ ഉപജീവന മാർഗം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നെല്ലൈ മുരുകനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.